ഹായ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്മിൽ കണ്ടതുപോലെ നമ്മളൊരു പഫ് സ്ലീവ് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു റെഡിമെയ്ഡ് ടോപ്പിൻ്റെ സ്ലീവിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് ഹാഫ് സ്ലീവാണ് ഉള്ളത്. ഈ ഹാഫ് സ്ലീവ് ഒഴിവാക്കിയിട്ട് നമ്മൾ പഫ് സ്ലീവാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ 1/2 മീറ്റർ തുണിയൊന്നുമില്ല. 1/2 മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അറ്റത്ത് അലാസ്റ്റിക് ചെയ്യാതെ നമ്മൾ ഫ്രില്ലിട്ടിട്ട് അങ്ങനെ പടി വെച്ചിട്ടാണ് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ തുണിയും കുറവാണ്, പിന്നെ ലെങ്ത്തും ഇല്ലാണ്ടാവും തീരെ. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്ര നീളത്തിലല്ലേ ഉള്ളത്. അപ്പോൾ ഇത് 4 മടക്കിൽ മടക്കിയിട്ട് നമ്മൾ ഈ ഫോൾഡ് ഭാഗം നമ്മളെ ഭാഗത്തേക്കാക്കി വെക്കുക. എന്നിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് പഫ് സ്ലീവ് കട്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു എന്നല്ലേ നമ്മൾ പഠിക്കുന്ന സമയത്തല്ലോ. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഇതുണ്ടോ 12 ഇഞ്ച് ലെങ്ത്തേ ഈ തുണിക്കുള്ളൂ. അപ്പോൾ അത് ഫുള്ള് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് പഠിക്കൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ ഇതിൻ്റെ പഫിനുള്ള അളവാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ പഫിന് 2.5 ഇഞ്ച് മുകളിൽ നിന്ന് അങ്ങനെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇത് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതൊരു സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റുക. അപ്പോൾ നമ്മളെ പഫിന് ഇത്ര അളവുള്ളത്. ഇനി നമ്മൾ സാധാ നോർമൽ സ്ലീവ് നമ്മൾ എത്ര എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ അളവാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ 3.5 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തുക, ഈ അറ്റത്ത് വന്നിട്ട് ഈ ഫോൾഡ് ഇല്ലാത്ത ഭാഗത്ത്. എന്നിട്ട് നമ്മൾ ഈ പഫ് ഇതിലേക്ക് വരച്ച് കൊണ്ടുവന്നിട്ടൊരു ഷേപ്പ് വരക്കുകയാണ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ അടിയിൽ പിന്നെ ഇങ്ങനെ കട്ടിടുന്നത് എന്തിനാ വെച്ചാൽ അത് നമ്മളെ ആവശ്യത്തിനല്ല, അത് ഫ്രില്ലിട്ടിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് ആവശ്യമുണ്ട്. മുകളിൽ നമ്മൾ എന്തായാലും കട്ടിടണം. അപ്പോൾ അത് ഞാൻ വെറുതെ കാണിച്ചു കൊണ്ട് താഴെ കട്ടിടുന്നത്. അത് നമ്മൾ അലാസ്റ്റിക് കൊടുക്കണതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മൾ പഫിന് മുകളിൽ ഒരു 2.5 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതിവിടെ ഇങ്ങനെ ഒരു ഷേപ്പ്, ഒരു കർവ് പോലെ ഇങ്ങനെ ഷേപ്പ് കൊടുത്തിട്ട് എന്നിട്ട് അതുണ്ടോ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് താഴെ നമ്മൾ കൊടുത്ത് ഈ 3.5ലേക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വരക്കുക. അത് നമ്മൾ ആദ്യത്തെ സ്ലീവിൻ്റെ പകുതി ഭാഗം വരുന്ന രീതിയിൽ വന്നിട്ട് ഈ പഫും കൂടി അതിലേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കട്ടിങ്. അപ്പോൾ നമ്മൾ പഫ് സ്ലീവിൻ്റെ കട്ടിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടിങ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് പഠിക്കുന്ന സമയം നമുക്ക് നല്ല പേടി ഉണ്ടാവുകയും. അപ്പോൾ ഇതാ നോർമൽ സ്ലീവ് ആണെങ്കിൽ താഴെ ഒരു 4.5 ഇഞ്ചാണ് അളവ്. അപ്പോൾ അതിൽ 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമ്മൾ പിന്നെ തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. നോർമൽ സ്ലീവും ആക്കാം, മുകളിൽ പഫ് കൊടുത്തിട്ട് താഴെ നമ്മൾ അളവിൽ അങ്ങനെ കട്ട് ചെയ്താലും മതി. ഇനി അലാസ്റ്റിക് ഇടണേ അല്ലെങ്കിൽ ഫ്രില്ലിടണേ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. താഴെ നമ്മൾ പിന്നെ ചെറിയ അലാസ്റ്റിക്കൊക്കെ കൊടുക്കണം. ഇത് കാണിക്കുന്നത് നമ്മൾ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നോർമൽ സ്ലീവ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ ബോഡി കട്ട് ചെയ്ത ഭാഗമാണെങ്കിൽ അങ്ങനെ, ഇതിപ്പോൾ ഇത് ഓൾറെഡി ഉള്ളതാണല്ലോ. അപ്പോൾ ഇതിന്ന് ഞാനിങ്ങനെ കാണിക്കുകയാണ്. തയ്യൽ തുമ്പ് കുറച്ച് ഭാഗം വിട്ടതിന് ശേഷം നമ്മൾ 1 ഇഞ്ചാണല്ലോ തയ്യൽ തുമ്പുണ്ട്, അത് വിട്ടതിന് ശേഷം ബാക്കി ഭാഗം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒരു കട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത്രയാണ് നമ്മളതിൻ്റെ പഫ് ഉണ്ടാവുക. ഇനി നമ്മൾ തയ്ച്ച് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുണിയൊക്കെ വലിഞ്ഞ് അങ്ങനെ എന്തെങ്കിലും 1 2 3 സ്റ്റിച്ച് അല്ല ഫ്രില്ലൊക്കെ കൂടുതലുണ്ടാവും. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഞാനിപ്പം ഫ്രില്ലിട്ട് തയ്ക്കുന്നതാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് നൂല് വലിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു നല്ല ഭംഗിയിലിരിക്കുന്നത് നമ്മൾ ഈ ഫ്രില്ലിട്ട് ചെയ്യുന്നതാണ്. വലിച്ച് ചെയ്യുമ്പോൾ ഭംഗി കുറച്ച് കുറയും, അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല. എന്നാലും നമ്മൾ പഠിക്കുന്ന ടൈമിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പം നമ്മൾ സ്ലീവിൻ്റെ ഫ്രിൽ ഭാഗമാണ് നമ്മൾ ആദ്യം ഇടുന്നത്. ഈ പഫിൻ്റെ ഫ്രില്ലാണ് ആദ്യം ഇട്ട് കാണിക്കുന്നത്. നമ്മളെ ഷോൾഡർ ജോയിൻ്റ് ഇല്ലേ, അവിടെ ഇതിൻ്റെ സ്ലീവിൻ്റെയും സെൻറ്റർ വരുമ്പോൾ ഒരു കട്ട് ഇട്ടിട്ടുണ്ട്. അത് രണ്ടും ഒന്നിച്ച് വരത്തക്ക രീതിയിൽ നമ്മൾ തയ്ക്കുക. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ആ കട്ടിങ് വരുന്നത് വരെ ഒരു സൈഡിലേക്ക് ഫ്രില്ലിട്ടിട്ട് വരിക. അപ്പോൾ ഞാൻ വീഡിയോയിൽ കറക്റ്റ് പതുക്കെ കാണിക്കുന്നത് എന്തിനാണ് പറഞ്ഞാൽ
തിരിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സ്പീഡെല്ലാം ആക്കിയാൽ ആർക്കും തിരിയില്ല. അപ്പോൾ ഇതാ സെൻറ്റർ എത്തി. അപ്പോൾ ഇവിടുന്ന് ഇനി അങ്ങോട്ടാണ് ഞാൻ ഫ്രില്ല് മടക്കുന്നത്. ഇതുവരെയുള്ള ഫ്രില്ല് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് മടക്കി, ഇനി ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ നമ്മളെ പഫ് ഇങ്ങനെ നല്ല പൊന്തി നിന്ന് നല്ല ഭംഗിയുണ്ടാവും. ഈ രീതിയിൽ ചെയ്തെടുത്താൽ പട്ടുപാവാടൻ്റെ സ്ലീവിലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ആ ഒരു തുണിയെല്ലാം നല്ല ഭംഗിയുള്ള തുണിയല്ലേ, നല്ല സ്റ്റിഫൊക്കെ ഉള്ള തുണിയാകുമ്പോൾ അത് നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഇതാ വീഡിയോ നല്ല പതുക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ മടക്കിയിട്ട് ചെറിയ ഫ്രില്ലാക്കണം കേട്ടോ, എന്നാലും നല്ല ഭംഗിയുണ്ടാവും. ഇത് വലിയ ഫ്രില്ലായിട്ടുണ്ടെങ്കിൽ 2 മടക്ക് മടക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പഫ് അധികം ഇങ്ങനെ പൊന്തി നിൽക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഫുള്ള് അങ്ങോട്ട് മടക്കി നമ്മൾ ആ കട്ടിട്ടവിടെ എത്തിയാൽ ഇതാ ഇങ്ങനെ ഊരിയെടുക്കുക. അപ്പോൾ നമ്മൾ പഫിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല പൊന്തി നിൽക്കും, കണ്ടില്ലേ? ഇത് സാരി ബ്ലൗസിനും ഒക്കെ ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അധികം ഓവർ പഫ് വേണ്ടല്ലോ, എന്നാലും അത്യാവശ്യമുണ്ട്. പിന്നെ ഓവർ കുറേ നമ്മൾ ചെറിയ കുട്ടികൾക്ക് കിട്ടുന്ന പഫല്ലത്, അത് വേറെ രീതിയിലാണ് കട്ടിങ്. അത് ഞാൻ പിന്നെ കാണിക്കാം. ഇത് നോർമൽ ഒരു പഫ് സ്ലീവാണ്. അപ്പോൾ ഇത് 2 എണ്ണം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് അലാസ്റ്റിക് ഇടലാണ്. അപ്പോൾ ഇതുണ്ടോ നല്ല പഫുണ്ട്. നമ്മളിപ്പോൾ കയ്യിൽ പിടിച്ചതുകൊണ്ടാണ് ആദ്യം തിരിയാത്തത്. അപ്പം ഇനി ഫുള്ള് തയ്ച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇനി സ്ലീവിൻ്റെ എൻഡ് ഭാഗത്ത് നമ്മൾ അലാസ്റ്റിക് കൊടുക്കുന്നതിന് മുന്നേ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഫൂട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട്. നോർമൽ ഫൂട്ട് ഊരി മാറ്റണം. എന്നിട്ട് റോളിൻ്റെ ഫൂട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആദ്യം റോൾ ചെയ്തെടുക്കാം. എന്നതിന് ശേഷമാണ് നമ്മൾ അലാസ്റ്റിക് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഫൂട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി റോൾ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. അപ്പം ഞാൻ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് അത് എന്താ കാണിക്കാന്ന് വെച്ചാൽ ക്യാമറ ഈ മേശമേ ചാരി നിന്നിട്ട് ഭയങ്കര ജെർക്കിങ് ഉണ്ടായിരുന്നു. അത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ സ്ലീവ് ഞാൻ കാണിക്കുകയാണ്. ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തുണി കയറ്റി വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് അടി മടക്കി തയ്ച്ചിട്ടും നമുക്ക് അലാസ്റ്റിക് കൊടുക്കാം. പക്ഷേ ഇതിൽ തുണിയില്ല. അപ്പം പിന്നെ ഉള്ളത് സ്ലീവിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു പോകും. ആകെ 12 ഇഞ്ചേ ഉള്ളൂ ഇതിന് ലെങ്ത്ത്. അപ്പോൾ ഉള്ളതങ്ങ് കുറഞ്ഞാൽ സ്ലീവ് പിന്നെ ലെങ്ത്ത് ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഇത് റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ ലെങ്ത്ത് ഇല്ലാത്ത സ്ലീവോ ചുരിദാറിൻ്റെ അടിഭാഗമൊക്കെ നമുക്ക് തുണി തേഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. പിന്നെ ഫ്രോക്കിൻ്റെ അടിയിലൊക്കെ എന്തായാലും നമ്മൾ റോൾ ചെയ്തെടുക്കലാണ് ഏറ്റവും ഭംഗിയുണ്ടാകുക, റെഡിമെയ്ഡ് ലുക്ക് കിട്ടാൻ. അപ്പോൾ ഇതുണ്ടോ നല്ല ഭംഗിയിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി അലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ഇത്ര ഒരു 3/4 ഇഞ്ച് അകലത്തിലാണ് നമ്മൾ അലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ റോൾ ചെയ്തെടുക്കുന്നതിൻ്റെ ഫൂട്ട് മാറ്റണം. അപ്പോൾ നോർമൽ സ്റ്റിച്ചിൻ്റെ തന്നെ ഫൂട്ട് ഇടണം. എന്നിട്ട് നമ്മൾ അലാസ്റ്റിക് അതിൽ ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ലോക്ക് ഇട്ടിട്ടില്ല നമ്മൾ ഈ വലിക്കുമ്പോൾ അലാസ്റ്റിക് കയ്യിൽ പോരും. നമ്മൾ നല്ല വലിക്കണം, തുണി വലിക്കരുത് ഒരു കാരണവശാലും. തുണി വലിച്ചാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ഫ്രില്ല് വരില്ല. അതുപോലെ നമ്മൾ ഇതിൻ്റെ അകലം 3/4 ഇഞ്ച് അകലത്തിലാണ് നമ്മൾ അലാസ്റ്റിക് വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നത്. അതിന് ഇതുപോലെ വരച്ചിട്ടൊന്നുമില്ല. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ തയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പം ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് കണ്ടില്ലേ, തുണി ഞാനൊരു കുറച്ച് പോലും വലിക്കുന്നില്ല, അലാസ്റ്റിക് മാത്രം വലിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ അലാസ്റ്റിക് ഇന്ന അളവ് എന്നൊന്നും പറഞ്ഞിട്ട് എടുത്തിട്ടില്ല, കട്ട് ചെയ്തിട്ടുമില്ല. നമ്മളെ ആവശ്യത്തിന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി. ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടില്ല നല്ല ഫ്രില്ലുണ്ട്, നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഈ കളറും കൂടി ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. എന്നിട്ട് ഇതന്നെ ഈ അലാസ്റ്റിക് കട്ട് ചെയ്യാതെ തന്നെ ഞാൻ അടുത്ത സ്ലീവും വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതും ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം.
അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ്ടോ, ഞാൻ ഒരു അളവും അലാസ്റ്റിക്കിന് എടുത്തിട്ടില്ല. ഇത് ഏറ്റവും ചെറിയ വീതി കുറഞ്ഞ അലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വീതി കൂടിയതെടുത്താലും കുഴപ്പമില്ല, പക്ഷെ അത് ഭയങ്കര കട്ടിയായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് ഇട്ടാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ലൊരു സോഫ്റ്റ്നെസ് ഉള്ള ഒരു അലാസ്റ്റിക്കാണ്. നമ്മൾ പണ്ടെല്ലാം മാസ്കിനൊക്കെ ഉപയോഗിച്ചിരുന്നൊരു അലാസ്റ്റിക്കാണ്. അപ്പോൾ കണ്ടില്ല, നല്ല ഭംഗിയിൽ. അപ്പോൾ നമ്മൾ അറ്റം മടക്കി അടിക്കാതെ ഇതുപോലെ റോൾ ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. കണ്ടില്ല, നല്ല ഭംഗി. ഇതുപോലെ ഒറ്റ സ്റ്റിച്ച് മതി. ഇനി 2 ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ കുറച്ചുകൂടി വീതിയുള്ള അലാസ്റ്റിക് എടുത്താലും അല്ലെങ്കിൽ ഇനി ഒരു അലാസ്റ്റിക് കൂടി കൊടുത്താലും ഭംഗിയുണ്ടാവും. ഇനി സ്ലീവ് ബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അത്ര ഈസി അല്ല റെഡിമെയ്ഡിൽ ഇതുപോലെ പാച്ച് വർക്കൊക്കെ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ തുണി വെച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും റേറ്റ് കൂടുതൽ വേണ്ടി വരും. ചിലവിൽ നല്ലോണം വാങ്ങുകയും ചെയ്യും. നമ്മളിതൊക്കെ തുന്നൊക്കെ കഴിക്കുന്നില്ലേ, അപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടല്ലോ. ഇനി ഈ ഇത് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഷോൾഡർ ജോയിൻറ്റും ഈ സ്ലീവിൻ്റെ സെൻറ്ററും കൂടി ഒന്നിച്ച് വെച്ചിട്ട് ഇതുപോലെ പിൻ ചെയ്ത് ഇങ്ങനെ വന്നാലും മതി. ഇനി പിൻ ചെയ്യണമെന്നില്ല, അവിടെ അങ്ങനെ നോക്കിയിട്ട് ഈ അറ്റത്തു നിന്ന് നമ്മൾ തയ്ച്ച് തുടങ്ങുക. അത് നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നത്. റെഡിമെയ്ഡ് ആണല്ലോ, അപ്പോൾ അല്ലാതെ തിരിച്ച് വെച്ചിട്ട് തയ്ക്കാൻ പറ്റില്ല. ഇതിൽ നമ്മൾ പിന്നെ പൈപ്പിംഗ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കണ്ടില്ലേ, അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അറ്റത്തു നിന്ന് തയ്ച്ച് വരുമ്പോൾ കുറച്ച് ഇങ്ങ് എത്തുമ്പോൾ നമുക്ക് എന്തായാലും 2-3 ഫ്രില്ല് എന്തായാലും ഇടേണ്ടി വരും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് വരും. ഒന്നും പരമാവധി വലിക്കാതെ നോക്കുക, വലിച്ചാൽ ഒന്നും കൂടി കൂടുകയുള്ളൂ. അപ്പോൾ ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അടുത്തെത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഫ്രില്ലിട്ട് വെച്ചതുണ്ടല്ലോ, അതിന് മുമ്പായിട്ട് വേണം നമ്മൾ ബാലൻസ് ഉള്ളത് നമ്മളവിടെ ഫ്രില്ലാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ രണ്ടും ഇതുപോലെ ഒന്നിച്ച് വെക്കുമ്പോൾ ഒരു 2-3 ഫ്രില്ല് എന്തായാലും ഉണ്ടാവും. ചെറിയതാക്കുമ്പോൾ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഒന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെറിയതാക്കിയിട്ട് പിടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 3 ഫ്രില്ല് ഇടേണ്ടി വന്നിട്ടുണ്ട്. അത്രയൊക്കെ വരുള്ളൂ, നമ്മൾ ആദ്യം ഫ്രില്ല് ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ പതിയെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട്, അപ്പോൾ അതും ഈ ഭാഗത്തേക്കാണ് നമ്മൾ ആദ്യം ഫ്രില്ലിട്ട് ഏത് ഭാഗത്തേക്കാണ് നോക്കണം, ആ രീതിയിൽ തന്നെ അതും ഫ്രില്ലാക്കി കൊടുക്കണം. എന്നിട്ട് മൊത്തം ഇങ്ങനെ തയ്ച്ചെടുക്കാം. എൻ്റെ അടുത്തൊരു അമളി പറ്റി. ഇത് ചെറിയ സ്ലീവാണല്ലോ, അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ചെയ്തെടുത്താൽ ഇത് റൗണ്ട് ഭാഗമാണല്ലോ ഉണ്ടാകുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ സ്റ്റോറേജ് ബോക്സ് ഊരിയാൽ മതിയായിരുന്നു. എന്നാൽ ആ ചെറിയ ഭാഗം അതിൻ്റെ ഉള്ളിലിട്ടിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനത് മറന്നുപോയി. അത്ര റിസ്ക് എടുത്തിട്ട് ഞാനത് മറന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്ലീവ് ചെയ്യുമ്പോൾ അതെനിക്ക് ഓർമ്മ ഉണ്ടായി. അങ്ങനെ ബാക്കി ആ ഷോൾഡറിന് ഇപ്പുറത്തേക്ക് തയ്ക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ച് നോക്കണം, അല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് തയ്ക്കുന്നില്ലല്ലോ. അപ്പം നമ്മൾ തയ്ച്ചിങ്ങ് എത്തിയിട്ട് പിന്നെ തുണി ബാലൻസ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഷോൾഡർ കഴിഞ്ഞ ഫ്രില്ലും ഏകദേശം കഴിയാനാവുമ്പോൾ നമ്മൾ ഇവിടുന്ന് വെച്ച് നോക്കുക. ഇവിടുന്ന് അങ്ങോട്ട് വെച്ച് പിടിച്ചതിന് ശേഷം ബാലൻസ് വരുന്നത് അവിടെ ഫ്രില്ലാക്കി കൊടുക്കുക. എന്നിട്ടും തയ്ച്ചു പോകുക. അല്ലെങ്കിൽ അത് അവിടുന്ന് ഷോൾഡറിൻ്റെ അവിടെ കെട്ടിട്ട് നിർത്തിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് തയ്ക്കണം. നമ്മൾ മടിയന്മാർ അങ്ങനെ ചെയ്യൂലല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ച് നോക്കിയിട്ട് അവിടെ ഫ്രില്ലിട്ട് കൊടുത്താൽ മതി. മറ്റേത് ഊരി തിരിച്ചെല്ലാം ഇട്ടിട്ടൊക്കെ വേണ്ട. അപ്പോൾ ഇതാ ഏകദേശം ഇത് തയ്ച്ച് കഴിയാനായിട്ടുണ്ട്. ഇത് തയ്ക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അല്ലാതെ സ്റ്റിച്ചിങ്ങിനൊന്നും ബുദ്ധിമുട്ടില്ല, തയ്ക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇത് ചെറിയൊരു സ്ലീവ് ആയതുകൊണ്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ സംഭവമല്ലേ, അത് അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ബോക്സ് ഊരിച്ചാൽ മതിയായിരുന്നു, അതാണ് ചെയ്യാൻ മറന്നുപോയത്. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ഫ്രില്ലൊക്കെ. അപ്പോൾ ഇതാ 2 സ്ലീവും തയ്ച്ചെടുത്ത്, പിന്നെ നല്ല പഫുണ്ട്. അതാ താഴ്ഭാഗം കണ്ടില്ല, നല്ല ഭംഗിയുണ്ട്. അപ്പം നൂലൊക്കെ കട്ട് ചെയ്യാൻ മറന്നുപോയ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ്, ശരിക്കും ഇത് ഡമ്മിയിലിട്ട് കാണിക്കുമ്പോഴാണ് നല്ലോണം ഭംഗി ഉണ്ടാകുക. എൻ്റെ അടുത്ത് ഡമ്മിയില്ല, ഞാനൊരു ഹാങ്കറിലിട്ടിട്ട് കാണിച്ചു തരാം. കണ്ടോ, നല്ല
പഫുണ്ട്. ചെറിയ കുട്ടികൾക്ക് പഫൊക്കെ ഉള്ളത് ഇടുമ്പോഴും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ പഫ് സ്ലീവ് ഇപ്പോൾ വീണ്ടും മോഡൽ വന്നിട്ടുണ്ട് എന്ന് കേട്ടറിവ്. അപ്പോൾ ഇതാ രണ്ടും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആങ്കറിലിട്ട് കാണിച്ചു തരാം. ഇനി ഇതൊന്ന് അയൺ ചെയ്ത് വൃത്തിയാക്കി കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ തയ്ച്ച പാടായതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. നല്ലൊരു തുണിയുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, പഫ് ആവശ്യത്തിനുണ്ട്. ഇത് നമ്മൾ ഇടുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയാം. ഹാങ്കറിൽ വെച്ചപ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, നല്ല പൊന്തി നിൽക്കുന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. നല്ല വർക്കാണ്, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.